ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ട് വന്നുള്ള വെള്ളക്കടലല്ലേ, വെള്ളക്കടലോട് സ്നാക്കാണ്. പൊരിച്ചക്കടയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ വെള്ളക്കടലോട് സ്നാക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കണ്ടേ. അത് നമുക്ക് അത്താഴം നീറ്റ് കഴിഞ്ഞാൽ കടല വെള്ളത്തിലിട്ട ശേഷം നമുക്കൊരു വൈകുന്നേരം കടല പുഴുങ്ങിയെടുക്കുക. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കടല പുഴുങ്ങും. അപ്പോൾ നന്നായിട്ട് പൊതിർന്നിട്ടുണ്ടാവും. ഒരു മൂന്നാല് വിസിലടിക്കുന്നത് വരെ അതിൽ ഉപ്പിട്ടിട്ട് കുക്കറിലിട്ടിട്ട് ഒന്നായിട്ട് വിസിലടിപ്പിക്കുക. എന്നതിന് ശേഷം പിന്നെ ഒരു ബൗളിലേക്ക് ഊറ്റിയെടുത്തതിന് ശേഷം ബൗളിലേക്ക് കടല ഇട്ടതിന് ശേഷം അവർക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. സെറ്റാക്കി അതിൻ്റെ പൊടിച്ചിട്ട് അത് കോട്ടിങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം കുടഞ്ഞെടുക്കുക. അതിനോട് വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഇട്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നന്നായിട്ട് കോട്ടിങ് ആവും. പൊട്ടി കഴിഞ്ഞ ശേഷം പിന്നെ അത് നമുക്ക് ഒരു പാത്രത്തേക്ക് ആ പൊടി കൊട്ടാതെ ഫുള്ള് കൊട്ടാതെ അങ്ങോട്ട് പ്ലേറ്റിൽ എടുത്തിട്ട് പിന്നെ എണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റോളം ഇളക്കരുതിട്ട്, തീരെ ഇളക്കരുത്. അതവിടെ കിടന്നിട്ട് പിന്നെ 5 മിനിറ്റ് ശേഷം മാത്രം മറിച്ചിട്ടെടുത്താൽ മതിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ കൂട്ട് ചെയ്ത ആ പൊടിയൊക്കെ ഉണ്ടല്ലോ എണ്ണയിൽ കലങ്ങിപ്പോവും. എന്താ വെച്ചാൽ കോരിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഒരു ചട്ടി വെക്കുക. അതിൽ ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1 പിടി വെളുത്തുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1 സവാള നന്നായിട്ട് പൊടിയാക്കി ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുണ്ടല്ലോ നമ്മൾ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. പിന്നെ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് ഇതിൽ കാണില്ല പ്ലീസ്, ഇതിലിട്ട് ക്യാമറ കയറിയിട്ടില്ല, ഇതായിട്ടില്ല. ഒരു 3 ടേബിൾ സ്പൂൺ പിന്നെ ടൊമാറ്റോ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത്തിരി കോൺഫ്ലവർ 1/2 സ്പൂൺ കോൺഫ്ലവർ കലക്കി ഒഴിച്ച് കൊടുക്കുക. എന്താ നമ്മൾ വറുത്ത് കോരി കടലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ്. ഒരു ക്യാപ്സിക്കം ചെറിയ പൊടിയാക്കിയിട്ട് പരിപാടി കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കുക.